ഫ്ലോയം BSc ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സുപ്രധാന നിയമങ്ങളിലെ ഉപഭോക്തൃ നിയമം, പോക്സോ നിയമം, സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശ നിയമം, വനിതാ കമ്മീഷൻ എന്നിവയിൽ നിന്നുള്ള PSc ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. സുപ്രധാന നിയമങ്ങളിലെ മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവയുടെ വീഡിയോ ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അതും കാണുക. ഈ 2 വീഡിയോയും കണ്ട് സുപ്രധാന നിയമങ്ങളിൽ നിന്നുള്ള മുഴുവൻ മാർക്കും നേടുക. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാവുകയും ചെയ്തത് ഏത് നിയമത്തിൻ്റെ ഫലമായാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാവുകയും ചെയ്തത് ഏത് നിയമത്തിൻ്റെ ഫലമായാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനം ഏത്? ഉപഭോക്തൃ കോടതികൾ. ഇതാണ് ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനം ഏതാണ്? ഉപഭോക്തൃ കോടതികൾ. മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉപഭോഗം. മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉപഭോഗം. വില കൊടുത്തോ കൊടുക്കാമെന്ന് കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആൾ എങ്ങനെ അറിയപ്പെടുന്നു? ഉപഭോക്താവ്. വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആൾ എങ്ങനെ അറിയപ്പെടുന്നു? ഉപഭോക്താവ്. ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 1986 ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം അഥവാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. 1986. ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? മാർച്ച് 15. ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്ന ദിവസം മാർച്ച് 15. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നതെന്ന്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നതെന്നാണ്? 2020 ജൂലൈ 24. 2020 ജൂലൈ 24 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് രൂപം നൽകിയത്? വകുപ്പ് 10. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് രൂപം നൽകിയത്? വകുപ്പ് 10. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിനെതിരെ അന്വേഷണം നടത്താൻ അധികാരപ്പെട്ട സ്ഥാപനം ഏത്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിനെതിരെ അന്വേഷണം നടത്താൻ അധികാരപ്പെട്ട സ്ഥാപനം ഏതാണ്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിലായതെന്ന്? 2020 ജൂലൈ 20. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ്? 2020 ജൂലൈ 20. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് ആകെ എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങളാണുള്ളത്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് ആകെ എത്ര അധ്യായങ്ങളാണുള്ളത്? 8 അധ്യായങ്ങൾ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ആകെ വകുപ്പുകൾ എത്ര? 107 വകുപ്പുകളാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനുള്ളത്. 107 വകുപ്പുകളും 8 അധ്യായങ്ങളുമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് ഉള്ളത്. വ്യാജമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യത്തിലൂടെ ഉപഭോക്താവിനെ കബളിപ്പിക്കുന്നത് തടയുന്ന നിയമത്തിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 89. വ്യാജമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യത്തിലൂടെ ഉപഭോക്താവിനെ കബളിപ്പിക്കുന്നത് തടയുന്ന നിയമത്തിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 89. വ്യാജമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യത്തിലൂടെ ഉപഭോക്താവിനെ കബളിപ്പിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? 2 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കാം. വ്യാജമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യത്തിലൂടെ ഉപഭോക്താവിനെ കബളിപ്പിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? 2 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ വരെയോ പിഴ. ഇന്ത്യയിലെ ഉപഭോക്തൃ കോടതികളുടെ ഘടന ഏത്? ത്രിതല ഘടനയാണ്. ഇന്ത്യയിലെ ഉപഭോക്തൃ കോടതികളുടെ ഘടന ത്രിതല ഘടനയാണ്. ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതികളേവ? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഇപ്പൊ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതികളാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടന എന്താണ്? പ്രസിഡന്റും 2 അംഗങ്ങളും.
ഇപ്പൊ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റും 2 അംഗങ്ങളുമാണ് ഉള്ളത്. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതികൾ ഏവ? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതികൾ ഏവയാണ്? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടന എന്താണ്? പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ട്. അപ്പൊ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലെ പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളുമാണ് ഉള്ളത്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതിയാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതി ഏതാണ്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടന എന്താണ്? പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളുമാണ്. പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം എത്ര രൂപ വരെയുള്ള പരാതികളിലാണ് അപേക്ഷാ ഫീസ് ഒഴിവാക്കിയിട്ടുള്ളത്? 5 ലക്ഷം രൂപ വരെ. 5 ലക്ഷം രൂപ വരെയുള്ള പരാതികളിൽ അപേക്ഷാ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം എത്ര രൂപ വരെയുള്ള പരാതികളിലാണ് അപേക്ഷാ ഫീസ് ഒഴിവാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 5 ലക്ഷം രൂപ വരെയുള്ള. ഓക്കെ. ഗ്യാരണ്ടി, വാറന്റി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഏത് നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്? സാധന വിൽപ്പന നിയമം. ഗ്യാരണ്ടി, വാറന്റി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഏത് നിയമത്തിന്റെ പരിധിയിലാണ് വരുന്നത്? സാധന വിൽപ്പന നിയമം. ഏത് വർഷമാണ് സാധന വിൽപ്പന നിയമം പാസ്സാക്കിയത്? സാധന വിൽപ്പന നിയമം പാസ്സാക്കിയത് 1930-ലാണ്. ഓക്കെ. ഏത് വർഷമാണ് സാധന വിൽപ്പന നിയമം പാസ്സാക്കിയത്? 1930. കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം ഏതാണ്? ആവശ്യ സാധന നിയമം 1955ആണ്. ഇമ്പോർട്ടന്റ് ആണ്. കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം ഏതാണ്? ആവശ്യ സാധന നിയമം 1955ആണ്. ഓക്കെ. അളവ് തൂക്ക നിലവാരം ഉറപ്പാക്കുന്ന വകുപ്പ് ഏത്? ലീഗൽ മെട്രോളജി വകുപ്പാണ്. അളവ് തൂക്ക നിലവാരം ഉറപ്പാക്കുന്ന വകുപ്പ് ഏതാണ്? ലീഗൽ മെട്രോളജി വകുപ്പ്. ഇത് നിരവധി PC എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അളവ് തൂക്ക നിലവാരം ഉറപ്പാക്കുന്ന വകുപ്പ് ഏതാണ്? ലീഗൽ മെട്രോളജി വകുപ്പ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഏതാണ്? ഭക്ഷ്യസുരക്ഷ വകുപ്പ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഭക്ഷ്യസുരക്ഷ വകുപ്പ്. ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കാൻ ചുമതലപ്പെട്ട സ്ഥാപനം ഏത്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ്. BIS. ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കാൻ ചുമതലപ്പെട്ട സ്ഥാപനമാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, BIS. BIS നൽകുന്ന ഗുണനിലവാര മുദ്ര ഏതാണ്? ISI മുദ്ര. BIS നൽകുന്ന ഗുണനിലവാര മുദ്രയാണ് ISI മുദ്ര. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്താനുള്ള അന്തർദേശീയ ചിഹ്നം ഏതാണ്? CE. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്താനുള്ള അന്തർദേശീയ ചിഹ്നം ഏതാണ്? CE. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നം ഏതാണ്? അക്മാർക്കാണ്. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നം ഏതാണ്? അക്മാർക്ക്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് എത്ര രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുക? 50 ലക്ഷം രൂപ വരെ. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് എത്ര രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കാനാവുക? 50 ലക്ഷം രൂപ വരെ. ഓക്കെ. ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് എത്ര രൂപ വരെയുള്ള തർക്കങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കാനാവുക? 50 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെ. അപ്പോൾ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് എത്ര രൂപ വരെയുള്ള തർക്കങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കാനാവുക? 50 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് എത്ര രൂപ വരെയുള്ള തർക്കങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കാനാവുക? 2 കോടി രൂപയ്ക്ക് മുകളിൽ. ഇപ്പൊ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് എത്ര രൂപ വരെയുള്ള തർക്കങ്ങളിലാണ് തീർപ്പ് കൽപ്പിക്കാനാവുക? 2 കോടി രൂപയ്ക്ക് മുകളിൽ. കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്ഥാപിക്കപ്പെട്ട സംവിധാനം ഏതാണ്? ജുവനൈൽ കോടതികൾ. കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്ഥാപിക്കപ്പെട്ട സംവിധാനം ഏതാണ്? ജുവനൈൽ കോടതികൾ. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി അവരെ സഹായിക്കാനും സംരക്ഷിക്കാനുമായുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഏജൻസി ഏതാണ്? ചൈൽഡ് ലൈൻ. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി അവരെ സഹായിക്കാനും സംരക്ഷിക്കാനുമായുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഏജൻസിയാണ് ചൈൽഡ് ലൈൻ. കേന്ദ്ര സർക്കാരിന്റെ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ചൈൽഡ് ലൈൻ പ്രവർത്തിക്കുന്നത്? വനിതാ ശിശു വികസന മന്ത്രാലയം.
കേന്ദ്ര സർക്കാരിന്റെ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ചൈൽഡ് ലൈൻ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ വനിതാ ശിശുവികസന മന്ത്രാലയം. പോക്സോ നിയമം പ്രാബല്യത്തിലായ തീയതി ഏത്? 2012 നവംബർ 14 പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്നത്. പോക്സോ നിയമം പ്രാബല്യത്തിലായ തീയതി ഏതാണ്? 2012 നവംബർ 14. പോക്സോ നിയമം കുട്ടിയായി പരിഗണിക്കുന്നത് ഏത് പ്രായത്തിൽ ഉൾപ്പെടുന്നവരെയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെ. പോക്സോ നിയമം കുട്ടിയായി പരിഗണിക്കുന്നത് ഏത് പ്രായത്തിൽ ഉൾപ്പെടുന്നവരെയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെ. ചൈൽഡ് ലൈനിന്റെ ടോൾ ഫ്രീ നമ്പർ 1098. ചൈൽഡ് ലൈനിന്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? ചൈൽഡ് ലൈനിന്റെ ടോൾ ഫ്രീ നമ്പർ ആണ് 1098. കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ധരിക്കാൻ പാടില്ലാത്ത വേഷം ഏത്? ഔദ്യോഗിക വേഷം. കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ധരിക്കാൻ പാടില്ലാത്ത വേഷം ഏതാണ്? ഔദ്യോഗിക വേഷം ധരിക്കാൻ പാടില്ല. ഓക്കെ, ഔദ്യോഗിക വേഷം ധരിക്കാൻ പാടില്ല. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം നിലവിൽ വന്നത് എന്ന്? 2006 ഒക്ടോബർ 26 ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം നിലവിൽ വന്നത് എന്നാണ്? 2006 ഒക്ടോബർ 26. ഒരു ഗാർഹിക അതിക്രമം നടന്നുവെന്നോ നടക്കുന്നുവെന്നോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ടോ എന്നറിയാവുന്ന ഏതൊരാൾക്കും പ്രസ്തുത വിവരം ആരെയാണ് അറിയിക്കാവുന്നത്? പ്രൊട്ടക്ഷൻ ഓഫീസറെയാണ്. ഒരു ഗാർഹിക അതിക്രമം നടന്നുവെന്നോ നടക്കുന്നുവെന്നോ അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ടോ എന്നറിയാവുന്ന ഏതൊരാൾക്കും പ്രസ്തുത വിവരം ആരെയാണ് അറിയിക്കാവുന്നത്? പ്രൊട്ടക്ഷൻ ഓഫീസറെ. ഓരോ ജില്ലയിലും ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ നിയമിക്കേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. ഓരോ ജില്ലയിലും ആവശ്യമായ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ നിയമിക്കേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാർ. പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കാലാവധി കുറഞ്ഞത് എത്ര വർഷം വരെയാണ്? 3 വർഷമാണ്. പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കാലാവധി കുറഞ്ഞത് എത്ര വർഷം വരെയാണ്? 3 വർഷം വരെയാണ് ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കാലാവധി. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷൻ പ്രതിമാസം പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണം ഏത്? രാഷ്ട്ര മഹിള. ദേശീയ വനിതാ കമ്മീഷൻ പ്രതിമാസം പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണം ഏതാണ്? രാഷ്ട്ര മഹിള. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് ആര്? കേരള സർക്കാരാണ്. കേന്ദ്ര സർക്കാരാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവരെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ആരാണ്? കേന്ദ്ര സർക്കാർ. എത്ര വർഷം വരെയാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി? 3 വർഷം വരെ. എത്ര വർഷം വരെയാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി? 3 വർഷം വരെയാണ് കാലാവധി. കേരള സംസ്ഥാനത്തെ ആദ്യ വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1996 മാർച്ച് 14 കേരള സംസ്ഥാനത്തെ ആദ്യ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1996 മാർച്ച് 14 ആദ്യത്തെ വനിതാ കമ്മീഷൻ കേരളത്തിൽ നിലവിൽ വന്നത്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരി. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. ഓക്കെ. 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായത് ആരാണ്? ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ്. 2 തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷയായ വ്യക്തി ജസ്റ്റിസ് ഡി ശ്രീദേവി. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവി. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ പി സതീദേവിയാണ്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? കമന്റ് ചെയ്യുക കേട്ടോ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ സുപ്രധാന നിയമങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് 2 വീഡിയോകളിലായി പറഞ്ഞു തീർത്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവയെല്ലാം നന്നായി പഠിക്കുക. വീഡിയോ കണ്ടും കേട്ടും നോട്ട്സ് തയ്യാറാക്കിയും പഠിക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. 5 മാർക്ക് ഉറപ്പിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.